അപ്പോ അലിഫിന്റെ മുകളിൽ എന്തിട്ട് കൊടുക്കണം? ഫതഹ്. ഫതഹ്. ഫതഹിന് എങ്ങനെ എഴുതാ? ഫതഹിന്റെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം മിസ്. നോട്ട് ചെയ്തോ? FATHAH. ഫതഹ്. ഫതഹ്. FATHAH. ഫതഹ്. ഓക്കേ? ഫതഹ്. അപ്പൊ അലിഫിന്റെ മുകളിൽ ഫതഹ് ഇട്ട് കൊടുത്താൽ ആ. അലിഫിന്റെ മുകളിൽ ഫതഹ് ഇട്ട് കൊടുത്താൽ ആ. ഒളിഫിസേ ആ. 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 അലിഫിന്റെ മുകളിൽ ഫതഹ് ഇട്ട് കൊടുത്താൽ അലിഫിന്റെ മുകളിൽ ഇതുപോലുള്ള ഒരു വര, ആ വരയെ നമ്മൾ ഫതഹ് എന്നാ പറയാ. അത് ഇട്ട് കൊടുത്താൽ എന്തായി? ആ എന്ന അക്ഷരം അറബിയിലായി. ഇനി നെക്സ്റ്റ് വീണ്ടും അലിഫ് എഴുതാം. വീണ്ടും അതിന്റെ താഴെയായിട്ട് അലിഫ് എഴുതാം. അലിഫ്. അലിഫ് എന്നെങ്ങനെ എഴുതാം? വളവും വേണ്ട തിരിവും വേണ്ട മുകളിൽ നിന്നും താഴോട്ട്. എഴുതൂ അലിഫ്. എഴുതിയോ? വീണ്ടും ഒരു അലിഫ് എഴുതുക. എഴുതിയോ? എഴുതിയോ? ഓക്കെ. എന്നിട്ട് അലിഫിന്റെ നേരത്തെ നമ്മൾ അലിഫിന്റെ മുകളിലാണ് ഫതഹ് ഇട്ട് കൊടുത്തത് അല്ലേ? അലിഫിന്റെ മുകളിലല്ലേ നമ്മൾ വരയിട്ട് കൊടുത്തേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അലിഫിന്റെ താഴെ ഭാഗത്ത് വരയിട്ട് കൊടുക്കുക. അലിഫിന്റെ താഴെ ഭാഗത്ത് എന്ത് ചെയ്യാ? ഇതുപോലെ വരും. അലിഫിന്റെ താഴെ ഭാഗത്ത് വരയിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ അലിഫ് എഴുതി മുകളിൽ വരയിട്ടു. ഇപ്പൊ വീണ്ടും അലിഫ് എഴുതിയിട്ട് താഴെ വരയിടുക. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താ വായിക്കുന്നറിയോ? ഇ. ഇ. എന്താ വായിക്ക? ഇ. ഇ. അലിഫിന് താഴെ വരയിട്ട് കഴിഞ്ഞാൽ എന്താ വായിക്ക? ഇ. ഇ. മുകളിൽ വരയിട്ടാൽ ആ എന്നും, അലിഫ് എഴുതി മുകളിൽ വരയിട്ടാൽ ആ എന്നും, അലിഫ് എന്ന് എഴുതി താഴെ വരയിട്ടാൽ ഇ എന്നും വായിക്കും. ഓക്കെ. അപ്പം ആ പഠിച്ചു, ഈ പഠിച്ചു. ആര് ഓക്കെ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വീണ്ടും അലിഫ് എഴുതാം. വീണ്ടും അലിഫ് എഴുതുക. വളവും വേണ്ട ചെരിവും വേണ്ട മുകളിൽ നിന്നും താഴോട്ട്. എഴുതിയോ? വീണ്ടും ഒരു അലിഫ് എഴുതുക. എന്നിട്ട് മിസ് പറഞ്ഞ ഈ കൊക്ക് പോലെ വളഞ്ഞിരിക്കുന്ന ഈ സാധനം കണ്ടോ? ഇത് കണ്ടോ? കാണുന്നുണ്ടോ? അലിഫിന്റെ മുകളിൽ ആ കൊക്ക പോലെ ഇരിക്കുന്ന സംഭവം ഇട്ട് കൊടുത്തേ. ഇട്ടെടുത്തോ? ആ, വെരി ഗുഡ്. അതെന്താ വായിക്കുന്നറിയോ? ഊ. ഊ. അലിഫ് എഴുതിയിട്ട് ഈ ചിഹ്നം ഇട്ട് കൊടുത്താൽ ഊ എന്നാണ് വായിക്കുക. അപ്പോ അലിഫ് എഴുതി മുകളിൽ വരയിട്ട് കൊടുത്താൽ ആ എന്നും, വീണ്ടും അലിഫ് എഴുതി താഴെ വരയിട്ട് കൊടുത്താൽ ഈ എന്നും, വീണ്ടും അലിഫ് എഴുതി മുകളിൽ ഇത് വളഞ്ഞിരിക്കുന്ന ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാല് ഊ എന്നും വായിക്കും. ഓക്കെ. ആ, ഈ, ഉ. ആ,
ഓക്കെ. അലിഫ് എന്ന് എഴുതി മുകളിൽ വരയിട്ട് കൊടുത്താൽ എന്താ വായിക്കുക? വെരി ഗുഡ്. നെക്സ്റ്റ് വീണ്ടും അലിഫ് എഴുതി താഴെ വരയിട്ട് കൊടുത്താൽ എന്താ വായിക്കുക? ഈ. വീണ്ടും അലിഫ് എഴുതി മുകളിൽ വളഞ്ഞിരിക്കുന്ന സംഭവം എഴുതി എന്താ വായിക്കുക? എന്താ വായിക്കുക? ഊ. ഊ. ആ ഈ ഊ. ആ ഈ ഊ. ആ ഈ ഊ. ഓക്കെ. നെക്സ്റ്റ് അറബിക് ആൽഫബറ്റ്സിലെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ പഠിച്ച അലിഫ്. ഓക്കെ. അറബിക് ആൽഫബറ്റ്സിലെ ഫസ്റ്റ് ലെറ്റർ ആണ് അലിഫ്. അലിഫ് പഠിച്ചില്ലേ? വളവും വേണ്ട, ചെരിവും വേണ്ട, മുകളിൽ നിന്നും താഴോട്ട്. ഈ അലിഫിന് നമ്മള് ചിഹ്നങ്ങൾ ചേർത്തു. ഫത്തഹ്, താഴെ വരയ്ക്കുന്ന വരയെ കസ്ർ, കസ്ർ, KESRU, കസ്ർ, KESR, KESR, കസ്ർ. ഫത്തഹ്, കസ്ർ. ഇനി വളഞ്ഞിരിക്കുന്ന കൊക്ക പോലെയുള്ള സംഭവത്തിന് ലമ്മ് എന്ന് പറയാം. ലമ്മ് മലയാളത്തിലും ഇംഗ്ലീഷിലും ല എന്ന അക്ഷരം ഇല്ലാത്തത് കൊണ്ട് ദമ്മ് എന്ന് എഴുതുക, ലമ്മ് എന്ന് വായിക്കുക. ദമ്മ്. ഓക്കെ. അലിഫ് എന്ന അക്ഷരത്തിന് നമ്മൾ ചിഹ്നങ്ങൾ ചേർത്തിട്ട് എന്തൊക്കെ വായിച്ചു? മുകളിൽ വരയിട്ടിട്ട് ആ എന്നും താഴെ വരയിട്ടിട്ട് ഇ എന്നും മുകളിൽ വളഞ്ഞിരിക്കുന്ന ചിഹ്നം ചേർത്ത് ഊ എന്നും വായിച്ചു. ഇനി നെക്സ്റ്റ് അറബിക് ആൽഫബറ്റ്സിലെ രണ്ടാമത്തെ ലെറ്റർ ബാ. എന്താ വായിക്കുക? ബാ. 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 എന്താ വായിക്കുക? ബാ. ബാ. എന്താ വായിക്കുക? ബാ. ബാ. ഇനി മിസ് പറഞ്ഞ പോലെ ബാ ഇനി നമുക്ക് ഫത്തഹ ഇട്ട് കൊടുക്കാം. ബാ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു വര ഇട്ട് കൊടുക്കാം. ബാ എന്ന അക്ഷരം എഴുതി എന്റെ മക്കൾ എല്ലാരും. ബാ എന്ന അക്ഷരം എഴുതിയേ. പാത്രം പോലെയുള്ള പാത്രം പോലെ വരയ്ക്കുക. എന്നിട്ട് താഴെ ഒരു കുത്തിടുക. ഇതാണ് അറബിക് ആൽഫബറ്റ്സിലെ രണ്ടാമത്തെ ലെറ്റർ. അലിഫ് പഠിച്ചു. അലിഫിന് ചിഹ്നങ്ങൾ ചേർത്ത് നമ്മള് ആ ഈ ഊ പഠിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെ ലെറ്റർ ബാ. ബാ എന്ന ലെറ്റർ എഴുതിയോ? ഇനി ബാഇന് നമ്മൾക്ക് ഫതഹും കസറും ലമ്മും ചേർക്കാം. ബാ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു വരയിട്ട് കൊടുത്തേ എല്ലാവരും. ഇവിടെ ഒരു വരയിട്ട് കൊടുത്തേ. മുകളില് ബാ എന്ന അക്ഷരത്തിന് ഇവിടെ ഒരു വരയിട്ട് കൊടുക്കൂ. ഓക്കെ. ബാ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു വര കൊടുത്തോ എല്ലാവരും? കൊടുത്തോ? ബാ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു വര കൊടുത്തോ എല്ലാവരും? ബാ എന്ന അക്ഷരത്തിന് ഓക്കെ. ബാ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു വര കൊടുത്താൽ ബാ എന്ന് വായിക്കും. എന്താ വായിക്കുക? ബാ. 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 എന്താ വായിക്കുക? ബാ. ബാ എന്ന അക്ഷരത്തിന്
മുകളിൽ ഒരു വരയിട്ട് കൊടുത്താൽ ഫത്തഹ ഇട്ട് കൊടുത്താൽ ആ വരയെ നമ്മൾ എന്ത് പഠിച്ചു? ഫത്തഹ്. മുകളിൽ ഇടുന്ന വരയെ നമ്മള് ഫത്തഹ് എന്നാ പഠിച്ചേ. എന്താ പഠിച്ചേ? മുകളിൽ ഉണ്ടാവുന്ന വരേനെ എന്നാ പഠിച്ചേ? ഫത്തഹ്. നമ്മൾക്ക് ബ എന്ന അക്ഷരത്തിന് ഫത്തഹ് ഇട്ട് കൊടുത്താൽ ബ എന്നും, ബ എന്ന അക്ഷരത്തിന് ഫത്തഹ് ഇട്ട് കൊടുത്താൽ ബ എന്നും. ഇനി വീണ്ടും നമ്മൾ ബ എന്ന അക്ഷരം ഒന്നുകൂടെ എഴുതുക. വീണ്ടും കുറച്ച് സ്പേസ് ഇട്ടിട്ട് ബ എന്ന അക്ഷരം എഴുതൂ. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും ബ എന്ന അക്ഷരം എഴുതൂ. ഓക്കെ, എഴുതിയോ? എന്നിട്ട് അതിന് താഴെ ഭാഗത്ത് ഒരു വരയിട്ട് കൊടുക്കൂ. ബ എഴുതിയതിന്റെ അടിയിൽ ഇവിടെ ഒരു വരയിട്ട് കൊടുക്കൂ. ഇവിടെ വരയിട്ട് കൊടുത്തോ? ഓക്കെ, അതിപ്പോ വായിക്കാം. ബി എന്നാണ്. ബി. മുകളിൽ വരയിട്ടാൽ ബ എന്നും, മുകളിൽ വരയിട്ടാൽ ബ എന്നും, താഴെ വരയിട്ടാൽ ബി എന്നും. ഇനി വീണ്ടും ബ എഴുതിയിട്ട് വീണ്ടും ബ എഴുത്. ഇതുപോലെ വീണ്ടും എഴുതൂ. ഇതുപോലെയുള്ള ബ വീണ്ടും എഴുതുക. എന്നിട്ട് എന്ത് വേണമെന്നറിയോ? ബിന് ഇതുപോലുള്ള ചിഹ്നം ഇട്ട് കൊടുക്കാം. കൊക്ക പോലെ ഇരിക്കുന്ന ഈ സംഭവം ഇട്ട് കൊടുക്കുക. ബ എന്ന് എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഇവിടെ അതെന്നാ വായിക്ക? ബു. 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 അലിഫ് എന്ന് എഴുതിയിട്ട് മുകളിൽ വരയിട്ടാൽ ആ എന്നും, അലിഫ് എന്ന് എഴുതി താഴെ വരയിട്ടാൽ ഇ എന്നും, അലിഫ് എന്ന് എഴുതിയിട്ട് വളഞ്ഞിരിക്കുന്ന ചിഹ്നം ഇട്ടാൽ ഉ എന്നും വായിക്കും. വീണ്ടും ബ എഴുതിയിട്ട് മുകളിൽ വരയിട്ട് കൊടുത്താൽ ബ എന്നും, വീണ്ടും ബ എഴുതി താഴെ വരയിട്ടാൽ ബി എന്നും, വീണ്ടും ബ എഴുതിയിട്ട് മുകളിൽ വളഞ്ഞിരിക്കുന്ന ആ ചിഹ്നം എഴുതിയാൽ ബു എന്നും വായിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ മിസ് പറഞ്ഞത്? ആ ഈ ഉ പഠിച്ചില്ല എല്ലാവരും? പഠിച്ചോ? ഓക്കെ, ആദിത്യനൂപ്. അപ്പോ അറബിക് ആൽഫബറ്റ്സിലെ 2 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അലിഫ്, ബ. അലിഫിന് നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് അലിഫിന് ഫതഹ് ഇട്ട് കൊടുത്ത് ആ എന്നും, കസ്ർ ഇട്ട് കൊടുത്ത് ഇ എന്നും, ലം ഇട്ട് കൊടുത്ത് ഉ എന്നും പഠിച്ചു. നെക്സ്റ്റ് ബ എന്ന ലെറ്ററിന് ഫതഹ് ഇട്ട് കൊടുത്ത് ബ എന്നും, കസ്ർ ഇട്ട് കൊടുത്ത് ബി എന്നും, ലം ഇട്ട് കൊടുത്ത് ബു എന്നും പഠിച്ചു. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? നിങ്ങളുടെ അടുത്തൊക്കെ പാരന്റ് ഇല്ലേ? ടീച്ചറെ ചോദിക്കും. ടീച്ചർ ഇതൊന്ന് എഴുതി കാണിക്കുവോ ടീച്ചറെ? ഓ, ഒന്ന് എഴുതി കാണിക്കുവോ? അത് ഇതാണ് ബ. മിസ് നേരത്തെ കാണിക്കുന്നുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? ഏത് ബാ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ബ. ഏത് ബാ ടീച്ചറെ? മലയാളത്തിൽ ഏത് ബായാന്ന്? മലയാളത്തിൽ ഏത് ബാന്നാ ചോദിച്ചേ? മലയാളത്തിലോ? ഏത് ബാന്നാ ചോദിച്ചത്? അത് കുഴപ്പമില്ല, നമ്മൾക്ക് ഉച്ചാരണ ബ എന്നുള്ള അക്ഷരം കിട്ടിയാ മതി. ബ എഴുതിക്കോ. ആ ബാ എഴുതാ അല്ലേ? ആ ഓക്കെ, കുഴപ്പമില്ല. അതിന് മുകളിൽ വരയിട്ടാൽ ബ എന്നും, ബിന്റെ താഴെ വരയിട്ട് കൊടുത്താൽ ബി എന്നും,
വീണ്ടും ആ വളഞ്ഞിരിക്കുന്ന ചിഹ്നമില്ലേ മിസ് പറഞ്ഞു തന്നെ, എടുത്താൽ ബു എന്നും. അപ്പോ അലിഫിന് നമ്മള് ചിഹ്നങ്ങൾ ചേർത്ത് ആ ഇ ഉ എന്നും ബാഇന് ചേർത്ത് ബാ ബി ബു എന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓ tell me. Okay. ആ ഇ ഉ പഠിച്ചു അല്ലേ? അലിഫ് പഠിച്ചു, ആ പഠിച്ചു, ഈ പഠിച്ചു, ഉ പഠിച്ചു. നെക്സ്റ്റ് ബ എ ബ ബി ബു. എല്ലാവരുടെ അടുത്ത് അമ്മയില്ലേ? അമ്മയുണ്ടോ? നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ? ഓക്കേ. വെരി ഗുഡ്, വെരി ഗുഡ്. കുറെ പേര് മിസ്സിന് എഴുതിയത്. എല്ലാവരും മിടുക്കനും മിടുക്കികളോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ടെൽ മീ. എന്ന് എഴുതുമ്പോ അടിയിൽ ബായിന് ഓൾറെഡി കുത്തുണ്ടല്ലോ മോളെ. ഇതല്ലേ ബായിന് ഓൾറെഡി കുത്തുണ്ടല്ലോ അടിയില്, കണ്ടില്ലേ? ആ ബ എന്നുള്ള അക്ഷരത്തിന് കുത്തിട്ടാലേ അത് ബ എന്ന് വായിക്കൂ. അല്ലാതെ ഈ കുത്തില്ലാതെ ഇതൊരു പാത്രം മാത്രമാണ്. ഈ കുത്ത് വന്നാലേ ബ എന്ന് വായിക്കൂ. മുകളിൽ ഒരു വരയിട്ടാൽ ബ എന്ന അക്ഷരം വരും. മുകളിൽ ഒരു വരയിട്ടാൽ ബ. ഇനി അടിയിൽ ബ എന്ന അക്ഷരത്തിന്റെ അടിയിൽ ഒരു വരയിട്ട് കഴിഞ്ഞാൽ ബി. അടിയിൽ ഒരു വരയിട്ട് കഴിഞ്ഞാൽ ബി. ഇനി മുകളിൽ ആ വളഞ്ഞിരിക്കുന്ന ചിഹ്നം ഇവിടെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ബു എന്ന് വായിക്കും. ബു ബു ബു. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിന്. വെരി ഗുഡ്. സൽമാൻ നാസർ, വെരി ഗുഡ്. ഞാൻ കുറച്ച് ദൂരെ പിടിച്ച മോനെ കാണുന്നില്ല മിസ്സിന്. മോനെ അറബി ഏത് സൈഡിൽ നിന്ന് എഴുതാൻ തുടങ്ങണ്ടേ? അറബി ഏത് സൈഡിൽ നിന്ന് എഴുതാൻ തുടങ്ങണ്ടേ? ABCD എഴുതുന്ന ഭാഗത്തു നിന്നാണോ? അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തുടങ്ങേണ്ടത് കേട്ടോ. ധ്യാൻ, സ്ലൈഡിന്റെ ഇടതുവശത്ത് നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. ആഹാ, അന്ന ഗ്രേസ് ഉറങ്ങുവാണോ? അന്ന ഗ്രേസ് മിസ് എവിടെ എഴുതാൻ പറഞ്ഞ കാര്യങ്ങള്? ആഹാ, മിടുക്കിയാണല്ലോ. മോളും സ്ലൈഡിന്റെ ഇടതുവശത്ത് നിന്ന് എഴുതാൻ തുടങ്ങണം കേട്ടോ. ABCD എഴുതുന്ന ഭാഗത്തു നിന്നല്ല, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എഴുതാൻ തുടങ്ങണ്ട അറബി. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാ. എല്ലാവരെയും മിസ് കാണുന്നുണ്ട് കേട്ടോ. ഉറങ്ങുന്ന ആളെ മാത്രമേ മിസ് പേര് വിളിക്കുള്ളൂ കേട്ടോ. ഓക്കെ. റസീൻ, വെരി ഗുഡ്. അയാൻ എവിടെ എഴുതിയത്? അയാൻ എഴുതിയത് എന്തേ? ഓക്കെ. ആ ഈ എവിടെ? ഈ
ഓക്കെ. ബാ എവിടെ? ബാ ബീബു. ഇനി കാണുന്നില്ലല്ലോ മോനെ. ബാ എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ മിസ്? എങ്ങനെ ബാ ഇരിക്കുന്നത്? ഇതുപോലെ. ഈ ബാന്റെ മുകളിൽ വരയിട്ടാൽ ബാ എന്നും താഴെ വരയിട്ടാൽ ബി എന്നും മുകളിൽ വളഞ്ഞിരിക്കുന്ന ചിഹ്നം ചേർത്താൽ ബു എന്നും വായിക്കും. മനസ്സിലാവുന്നുണ്ടോ? How many letters in Arabic alphabet? Um, 20? 20? 28. Very good. 28. അപ്പോ ഇനി നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? 2. അറബിക് ആൽഫബറ്റ്സിലെ 2 ലെറ്റർ പഠിച്ചു. അലിഫ് പഠിച്ചു, ബ പഠിച്ചു. അലിഫ്, ബ. അലിഫ്, ബ. അലിഫ്, അമാൻ. അലിഫ്, ബ. അലിഫ്, ബ. അലിഫിന് നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് ആ എന്നും ഇ എന്നും ഉ എന്നും പഠിച്ചു. ബിന് ചിഹ്നം ചേർത്ത് ബ എന്നും ബി എന്നും ബു എന്നും പഠിച്ചു. ഓക്കെ, സ്ലൈറ്റില് നന്നായിട്ട് എഴുതി പഠിക്കുക. അലിഫ് എഴുതുക, ആ എഴുതുക, ഇ എഴുതുക, ഉ എഴുതുക. ഓക്കെ, നമ്മുടെ ടൈം തീരാറായി. ഓക്കെ, അലിഫിന് മുകളിൽ വരയിട്ടിട്ട് ആ എന്നും ഇതെന്നാ അക്ഷരം എന്നറിയോ? ഒരു പാത്രം പോലെ ഇരിക്കുന്ന സംഭവം വരച്ചിട്ട് 3 കുത്ത്. ഇത് വായിക്കും സ. സ, സ, സ. എന്താ വായിക്ക? സ. നാവ് പല്ലിന്റെ അറ്റത്തേക്ക് വരട്ടെ. സ, സ. സമറുൻ. ഫ്രൂട്ട്സിന് എന്നാ അറബിയിൽ പറയാ? സമറുൻ, 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 സമറുൻ. സമറുൻ. എന്താ വായിക്ക? സമറുൻ, സമറുൻ. ഈ അക്ഷരത്തിന് എഴുതി വെച്ചോളൂ സ. അറബി അറിയാത്ത കുട്ടികളെ പാരന്റ് എഴുതി വെച്ചോളൂ. ഈ അക്ഷരത്തിന് സ എന്നാണ് പറയാ. സ, സ. നിങ്ങളുടെ കയ്യിൽ അറബി ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? ഇതുപോലുള്ള ബുക്ക് എല്ലാവരുടെ കയ്യിലും ഇല്ലേ? സ ഇത്. സ. ഈ അക്ഷരം എന്താ? സ. ഓക്കെ, ഇത് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലെ? ഒരു കൂടക്കകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിന് അറബിയില് സമറുൻ എന്നാ പറയാ. സമറുൻ, 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 സമറുൻ. ഇവിടെ സ. ഇതാ സാക്ക് സ എന്ന അക്ഷരത്തിന് ഫതഹ് ഇട്ട് കൊടുത്ത് സ, സി, സു ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഇതിന് കളർ കൊടുക്കുക. കണ്ടോ? ക്രയോൺസ് വെച്ച് കളർ കൊടുത്തിട്ട് എഴുതുക കേട്ടോ. സമറുൻ, സമറുൻ, സമറുൻ. ഫ്രൂട്ട്സിന് എന്നാ പറയാ? അറബിയിൽ എന്നാ ഫ്രൂട്ട്സിനെ പറയാ? അറബിയിൽ എന്താ പറയാ?
സമറുൻ. സമറുൻ എന്താ പറയാ? ഫ്രൂട്ട്സിന് എന്താ പറയാ അറബിയിലെ? സമറുൻ. സമറുൻ. ഓക്കെ, സമറുൻ. അൺമ്യൂട്ട് ചെയ്തേ. Please write the miss, please write and show. Please get miss, please. മ്യൂട്ട് ഒക്കെ കൊടുത്തു. അതും ഒന്നായിട്ട് കൊടുത്തു ഈ ചാറ്റിൽ പോലെ മിസ്സിന് എഴുതാം. ഒരു മിനിറ്റ്. ഇത് ഓഫ് ചെയ്യലായിരിക്കും, പിന്നെ പറയും ഇവര്. ഇതേ ഈ ഷെയർ ഇത് ഇപ്പൊ ഇതൊന്നും 25 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് മിസ് അല്ല എന്നാൽ ടെക്സ്റ്റിലാവില്ലായിരുന്നു. ആ പിള്ളേർ വരച്ചിടല്ലേ, എനിക്ക് എഴുതാനാറണ്ടേ. മാല എഴുതുന്നതിനും കുറച്ച് പാടുണ്ട്. അയ്യവാ അര കുത്തിട്ട് ഫസ്റ്റ് ടൈമാണ്. ഇവരിതൊന്നോ ചെയ്യുന്നുണ്ടല്ലോ, ഇവർ എഴുതുന്നതായിട്ട്, കുട്ടികളെ വരച്ചിരുന്നായിട്ട്. ഓർമ്മയായിട്ട് നമ്മളെഴുതി കൊടുക്കാം നമുക്ക്. സ്റ്റോപ്പ് ഷെയറാ അല്ല, ഏതായാലും ഇന്നത്തെ ക്ലാസ് ആയില്ല മിസ്സാണ്. സമറുൻ. ഓക്കെ, സമറുൻ. ഫ്രൂട്ട്സിന് എന്താ പറയാ അറബിയില്? സമറുൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരും കേട്ടോ. ഓക്കെ, ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായി. ഓക്കെ, ടാറ്റാ. ഓക്കെ, ടാറ്റാ ടാറ്റാ.